എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ഇതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ചേഞ്ച് ചെയ്യാം. ബുക്ക് മാർക്ക് ഇഷ്ടമുള്ളവർക്കും ക്രാഫ്റ്റ് ചെയ്യുന്നവർക്കും യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും ഇത്. ഒരേ അളവിലോട്ട് 2 സർക്കിൾ ഷേപ്പ് വെട്ടിയെടുക്കണം. അതൊന്ന് സെൻറ്റർ പോർഷനിൽ മടക്കി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുന്ന സംഭവം ഫിനിഷ് ആയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ട് തോന്നിയ ബുക്ക് മാർക്ക് ഇതാണ്. അതിൻ്റെ അത്ര സിമ്പിൾ അല്ലെങ്കിലും ഇതും കുറച്ച് സിമ്പിളാണ്. ഒറ്റയുള്ളൊരു കളർ പേപ്പർ എടുത്ത് ഇതുപോലെ ഹാർട്ട് ഷേപ്പിലൊന്ന് വെട്ടിയെടുക്കണം. ഇതിനുള്ളിൽ കൂടെ ഇതൊന്നും കീറാണ്ട് ഒരു കുഞ്ഞു ഹാർട്ടും കൂടെ നമുക്ക് വെട്ടിയെടുക്കണം. വേണമെങ്കിൽ ഒരു കുഞ്ഞു തോട്ട്സ് ഒക്കെ ആവാം. ഇതിങ്ങനെ ചരിച്ച് വെച്ചതിനേക്കാളും എനിക്ക് ഈ കോർണറിൽ വെച്ചതാണ് ഒത്തിരി ഇഷ്ടമായത്. രണ്ടാമത് ചെയ്ത ബുക്ക് മാർക്കിൻ്റെ ഏകദേശം മെക്കാനിസം പോലെ തന്നെയാണ് ഇതും വർക്ക് ചെയ്യണത്. ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പർ എടുത്ത് അതിനുള്ളിൽ ആരോ മാർക്കിൻ്റെ ഷേപ്പിൽ ഒന്ന് വെട്ടിയെടുക്കണം. ഇതൊന്ന് കറക്റ്റ് പൊസിഷനിൽ വെക്കുകയാണെങ്കിൽ കറക്റ്റ് ലൈൻ ഏതാന്ന് പോലും നമുക്ക് കണ്ടുപിടിക്കാം. ഫോൾഡിംഗ് മെത്തേഡ് കറക്റ്റ് ആണെങ്കിൽ ഈ ബുക്ക് മാർക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ആയിരിക്കും. ഒരു വേസ്റ്റ് പേപ്പറിൽ ഈ ഫോൾഡിംഗ് മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം കളർ പേപ്പറിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ പെർഫെക്റ്റ്. ഇത് മറ്റേതുപോലെ എല്ലായിടത്തും വെക്കാൻ പറ്റില്ല, കോർണേഴ്സിൽ മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. ഇത്രയും നേരം പെന്നെടുക്കണ്ടായിരുന്നു, വരയ്ക്കണ്ടായിരുന്നു, കളർ ചെയ്യണ്ടായിരുന്നു. ഇപ്പം നമുക്ക് കുറച്ച് വെറൈറ്റിക്ക് ഒരു കളറൊക്കെ ചെയ്തുകൊണ്ടൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കിയാലോ. വരയ്ക്കുന്നതും കളർ ചെയ്യുന്നതിലും പാണ്ടയാണ് എനിക്ക് ഫസ്റ്റ് ചോയ്സ്. ഇതാകുമ്പോൾ വലിയ മെനക്കേടും ഇല്ല. പാണ്ടയൊക്കെ ഒന്ന് വരച്ചെടുത്ത് ഇതിനുള്ളിൽ ബ്ലാങ്ക് ആയിട്ട് കിടക്കത്തില്ലേ, അതൊന്ന് കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കളയണം. ഇതിങ്ങനെ സൈഡിലിരിക്കുന്ന പാണ്ടയാണ്, അല്ലാണ്ട് ഞാൻ മുകളിൽ വെക്കാൻ വേണ്ടി വേറൊരു പാണ്ടയും കൂടെ ചെയ്തിട്ടുണ്ട്. മാർക്കർ യൂസ് ചെയ്ത് അതൊന്ന് തട്ടിക്കൂട്ടിയല്ലേ. ഇതിപ്പോൾ പെയിൻ്റ് എടുത്താലേ പറ്റൂ. മെനക്കേടില്ലാത്ത പണിയായിട്ട് നമുക്കൊരു പോഹോ ആർട്ട് ചെയ്താലോ. എല്ലാ കളർ പെയിൻറ്റിന്നും ഓരോ ഡോട്ട്സ് വീതം ഇട്ട് കൊടുക്കുക. അതൊന്ന് ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമുള്ള രീതിയിൽ പൂവോ ഇലയോ ചെടിയോ എന്ത് വേണേലും വരയ്ക്കാം. ഞാനിവിടെ ഒരു പ്ലാന്റ് ആണ് ഉദ്ദേശിച്ചത്. ഫ്ലവറും ലീഫും സ്റ്റെമ്മും ഒക്കെ ഉള്ളൊരു പ്ലാന്റ്. ഇതെന്ത് ഫ്ലവർ ആണെന്ന് ചോദിച്ചാൽ എനിക്ക് ആൻസർ ഇല്ല. ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വരയ്ക്കുക. ഇതുപോലെ ഒന്ന് ഫോൾഡും കൂടെ ചെയ്യണം. അതുപോലെ ഉണ്ടാക്കിയത് ഇതാണ് നമ്മുടെ ലാസ്റ്റ് വൺ. ഇതുപോലെ നീളത്തിലും വീതിയിലുള്ളൊരു പേപ്പർ എടുത്തിട്ട് ഏകദേശം ഈ ഒരു അളവിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഈ ഭാഗത്തായിട്ട് ഹാർട്ട് ഷേപ്പ് വരയ്ക്കാം, സ്റ്റാർ വരയ്ക്കാം, പിന്നെ ഫ്ലവർ വേണമെങ്കിലും വരയ്ക്കാം. ഞാനിവിടെ ബട്ടർഫ്ലൈ ആണ് വരയ്ക്കുന്നത്. ഈ കളറിനും ബ്ലാക്ക് പെന്നിനും എന്തോ ഒരു അട്രാക്ഷൻ തോന്നിയുകൊണ്ടാണ് ഈ ബട്ടർഫ്ലൈ ഞാൻ വരയ്ക്കാൻ കാരണം. ഫിനിഷായ ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. 2 സൈഡ് ഒരുപോലെ ഇരിക്കണമെന്ന് നിർബന്ധമുണ്ട് കേട്ടോ. അതുപോലെയും കൂടെ മുറിച്ചെടുക്കുവാണെങ്കിൽ ഈ നമ്മുടെ ലാസ്റ്റ് വണ്ണും കൂടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.